Welcome to my YouTube channel. ഇന്ന് രാത്രി നമ്മുടെ ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്ത ഒരു വേദഭാഗം ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നു. ഒരിക്കൽ കൂടെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നു. ധന്യനായ പൗലോസ് ലീഗ ഗലാത്യ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലെ ഏറ്റവും ശക്തമായ ഒരു സന്ദേശത്തിന്റെ വാക്യമാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. ഈ വേദഭാഗത്തിന്റെ പൊരുൾ ശരിയായി ഗ്രഹിക്കണമെങ്കിൽ രണ്ട് സംഗതികൾ ആദ്യം നമ്മൾ മനസ്സിലാക്കണം. കൃത്യമായിട്ട് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാലേ ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നു എന്നുള്ള വാക്യത്തിൽ അന്തർലീനമായിരിക്കുന്ന അന്തസത്ത എന്തെന്ന് മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. ഒന്ന്, ഗലാത്യ സഭകൾ രൂപം കൊള്ളുന്ന ആ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ അറിയണം. രണ്ട്, ഗലാത്യ സഭകളുടെ ആ കാലഘട്ടത്തിലെ സ്വഭാവം എന്തെന്നും ഈ രണ്ട് ഘടകങ്ങളെ കുറിച്ച് ഇതേ ലേഖനത്തിന്റെ ഉള്ളിൽ തന്നെ തെളിവായി പഠിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ട്. ഈ ലേഖനം കൃത്യമായിട്ട് പഠിക്കുമ്പോൾ ഈ രണ്ട് ഘടകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യമാണ് പൗലോസ് ലീഗ വെളിപ്പെടുത്തുന്നത്. വിശുദ്ധ പൗലോസ് സുവിശേഷം അറിയിക്കുന്നു, സഭകൾ ദിനേന രൂപം കൊള്ളുന്നു. പ്രധാനമായും ജാതികളിൽ നിന്നുള്ളവരാണ് വിശ്വാസത്തിലേക്ക് വന്നതും പ്രവൃത്തികളാലല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസമത്രേ അടിസ്ഥാനമെന്ന് പഠിപ്പിച്ചും പ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല എന്ന് ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 16-ൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രവൃത്തികൾ രക്ഷയ്ക്ക് കാരണമാകുന്നില്ല എന്ന് തെളിവായി പഠിപ്പിച്ചിരുന്നു. വചനം പരന്നു, ശിഷ്യന്മാരുടെ എണ്ണം പെരുകി. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും, സഭകൾ വിശ്വാസത്തിൽ ഉറച്ചും എണ്ണത്തിൽ ദിനേന പെരുകുകയും ചെയ്തു എന്ന് പ്രവൃത്തികൾ 16:5 നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സഭകൾ ദിനേന പെരുകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. ആ കാലഘട്ടം ആദിമ നൂറ്റാണ്ടെന്ന് ഓർക്കണം. ആദിമ നൂറ്റാണ്ടിൽ സഭയ്ക്ക് വളരെയധികം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നൊരു കാലഘട്ടം. ക്രിസ്ത്യാനികൾ എന്നുവരെ പുറത്തു പറയുവാൻ ഭയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ സഭകൾ ദിനേന പെരുകി എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ ഇന്ന് പീഡകൾ ഉണ്ടെന്ന് ചില സന്ദേശങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുവെങ്കിലും സഭകൾ പെരുകുന്നില്ല. അതിന് പകരം സഭകളെ പെരുക്കുകയാണ് നമ്മളിൽ പലരും ചെയ്യിക്കാറുള്ളത്. അത് ക്രിസ്തുവിന്റെ ദർശനമല്ല. ക്രിസ്തുവിന്റെ ദർശനം എന്ന് പറഞ്ഞാൽ ഒരുവനിൽ ക്രിസ്തു ഉരുവാക്കണമെന്ന ആത്യന്തികമായ സന്ദേശമാണ്. പലപ്പോഴും നമുക്കതിന് കഴിയുന്നില്ല. അതിനാൽ നമ്മൾ അപ്പുറവും ഇപ്പുറവും നോക്കി പലതും പലരെ കുറിച്ച് പറഞ്ഞ് ഈ ഭൗതിക ലോകത്തിൽ നമ്മുടെ സമയങ്ങളെ വൃഥാ തള്ളി നീക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് ആയി പോകരുത് എന്നാണ് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാലഘട്ടത്തിൽ യഹൂദ മതാനുസാരികളിൽ സഭയ്ക്കുള്ളിൽ നുഴഞ്ഞു കടന്നു. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ, ശ്രദ്ധിക്കുമ്പോൾ, പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും, വിശ്വാസം തന്നെയല്ല ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ കൂടെ ആവശ്യമെന്ന് പഠിപ്പിക്കുവാൻ അല്ലെങ്കിൽ പഠിപ്പിച്ചു തുടങ്ങി. വിശ്വാസം അല്ല, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളിലൂടെ നമ്മൾ പരിശീലിക്കണമെന്നും
അതിനും അടിമപ്പെടണമെന്നുമൊക്കെ അവർ പഠിപ്പിച്ചു തുടങ്ങി. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല എന്ന് ഗലാത്യലേഖനം 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം എന്ന ഉപദേശത്തിന് വിപരീതമായിരുന്നു ഇത്. കാര്യം ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളിലൂടെ ഇക്കൂട്ടർ പ്രാമുഖ്യം കൊടുത്തിരുന്നു. അങ്ങനെ വരുമ്പോൾ ഇക്കൂട്ടർ ക്രിസ്തുവിന്റെ സുവിശേഷത്തെ മറിച്ചു കളയുവാൻ ശ്രമിച്ചു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. നോക്കാം. ഇതിന്റെ ഫലമായി പുതുക്രിസ്ത്യാനികളായ ഗലാത്യർ വിളിച്ചവനെ വിട്ട് വേറൊരു സുവിശേഷത്തിലേക്ക്, അർത്ഥാൽ പറഞ്ഞാൽ ദുരുപദേശത്തിലേക്ക് പോകുമോ എന്ന് പൗലോസ് ഭയപ്പെട്ടു പോയി. അപ്പോൾ വിളിച്ചവനെ വിട്ട് വേറൊരു ഉപദേശത്തിലേക്ക് മറിയുവാൻ ഇടയായി തീരുന്നു. ഇവിടെയാണ് പൗലോസിന്റെ രംഗപ്രവേശനം. കാരണം പൗലോസ് ആരായിരുന്നു എന്നും പൗലോസ് എന്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു എന്നൊക്കെ വിശുദ്ധ വേദപുസ്തകത്തിലെ രേഖകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. ക്രിസ്തുവിന്റെ മാർഗക്കാരെ പിടിച്ചുകെട്ടി ഉപദ്രവിക്കുവാൻ മഹാപുരോഹിതന്മാരുടെ തിട്ടൂരം വാങ്ങിക്കൊണ്ട് പുറപ്പെട്ട ശൗല് ദമസ്കോസിന്റെ വാതിൽക്കൽ വച്ച് അവൻ ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുവാൻ കഴിയാതെ അവനായിരുന്ന മേഖലകളൊക്കെ ഒഴിയേണ്ടി വന്നു. കാരണം അവൻ ആരെയാണ് ഉപദ്രവിക്കുവാൻ പോകുന്നത് എന്ന് അവന് മനസ്സിലായി. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വച്ച് ക്രിസ്തുവിനെ കണ്ടിട്ട് ഇറങ്ങിത്തിരിച്ചവർ ക്രിസ്തു പഠിപ്പിച്ച ഉപദേശത്തിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. അതാണ് പൗലോസിന്മേലും ഇന്ന് നമ്മൾ കാണുവാൻ കഴിയുന്നത്. ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല എന്നും യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ഒരു മനുഷ്യനെ സത്യത്തിലേക്ക് നടത്തുന്നു എന്നും പൗലോസ് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ആ കാലഘട്ടത്തിൽ പൗലോസിനെതിരെ ചില ആളുകൾ രംഗപ്രവേശനം ചെയ്ത് പൗലോസിനെ മറിച്ചു കളയുവാൻ ശ്രമിച്ചു എന്ന് പറയാം. അത് അന്നും ഇന്നും നമ്മുടെ സഭകളിലും നമ്മുടെ നമ്മൾ പറയുന്ന ആ ഗോളത്തിനകത്തും ഉണ്ട്. കാരണം സത്യമേത് അസത്യമേതെന്ന് ദൈവവചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ചിലർ അവരുടെ ആശയങ്ങളെ പ്രചരിപ്പിക്കുന്നതിന് തിരഞ്ഞെടുത്ത പ്ലാറ്റ്ഫോം ദൈവസഭയാണെന്ന് നമ്മൾ ഓർക്കണം. ആ ദൈവസഭയെ ഉപദേശത്തിന്റെ കാറ്റിനാൽ, ദുരുപദേശത്തിന്റെ കാറ്റിനാൽ അവർ വേരോടെ പുഴുതു കളയുമ്പോൾ വിരുദ്ധ ഉപദേശങ്ങൾ കാലാകാലങ്ങളിൽ സഭയ്ക്കകത്ത് കയറി വരികയും സഭയുടെ നല്ല നടപ്പിനെ, അടിസ്ഥാനത്തെ ഇളക്കിമറിക്കുവാൻ കാരണമായി തീരുന്നു. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു അമേരിക്കൻ കോൺഫറൻസിൽ ഒരാൾ പ്രസംഗിച്ചപ്പോൾ ഫയറൊന്നും തീയൊന്നൊക്കെ ക്ഷീരബല ആവർത്തിക്കുന്ന പോലെ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ചില ആളുകൾ താഴെ വീണു എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കാരണം ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ ക്രിസ്തു പഠിപ്പിച്ച ഉപദേശം വിട്ടിട്ട് വേറൊരു ഉപദേശത്തിലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ ഉണ്ടായ ഒരു വ്യതിചലനമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ക്രിസ്തുവിന്റെ ഉപദേശം അത് പിൻപറ്റുവാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ആർക്കും ആ ഉപദേശത്തിന്റെ ഉള്ളിൽ നിൽക്കാൻ കഴിയുകയില്ല എന്ന് നമ്മൾ അറിയണം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് കഷ്ടതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും രോഗം, ദാരിദ്ര്യം ഇവയൊക്കെ സന്തത സഹചാരികളാണെന്നാണ് തിരുവചനം പറഞ്ഞ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് ആ കാലം മാറി ഇന്ന് വേറൊരു സുവിശേഷം നമ്മുടെ സഭയ്ക്കകത്ത് കയറിയപ്പോൾ നമ്മൾ അതിനെ മുഴുവനും
നമ്മുടെ വായുടെ ബലം കൊണ്ട് തകർക്കുന്നൊരു മട്ടിലേക്കാണ് നമ്മൾ കയറി പറ്റിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനാൽ പൗലോസ് ശ്ലീഹ ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 5-ാം അധ്യായത്തിന്റെ കാണുമ്പോൾ ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് അഭിസംബോധന ചെയ്യുന്നു, ബുദ്ധി കെട്ടവരെന്ന് സംബോധന ചെയ്യുന്നു. എങ്കിലും അവർ എതിരാളികളുടെ ദുരുപദേശം എന്ന ക്ഷുദ്രപ്രയോഗത്തിൽ പെടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കാര്യം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മുൻപിൽ വരച്ചു കാട്ടിയിരിക്കുമ്പോൾ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആരെന്നാണ് പൗലൂസിന്റെ ചോദ്യം. ആ ചോദ്യത്തിന്റെ മുൻപിൽ പലപ്പോഴും പലരും തകർന്നു പോയിട്ടുണ്ട്. വാസ്തവത്തിൽ എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, കർത്താവിനെ നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടിയിരിക്കുമ്പോൾ നമ്മളെ ആരെങ്കിലും വിരുദ്ധ ഉപദേശക്കാർ നമ്മളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കണം. നമ്മെ വിളിച്ച വിളി ഗലാത്യലേഖനം 2:16 നമ്മുടെ വാക്യം. നമ്മൾ അതിൽ നിന്നാണ് നമ്മളെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ക്രിസ്തു നിങ്ങളെ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവേദനപ്പെടുന്നു എന്നുള്ള ആ കാര്യമാണ്. അപ്പോൾ ദുരുപദേശത്തിന്റെ കാറ്റിനാൽ അവർ വലഞ്ഞുപോയി. ഗലാത്യ സഭയിലെ വിശ്വാസികൾ വലഞ്ഞുപോയി. കാര്യം, പുതിയ വിശ്വാസികളാണ്. പുതിയ വിശ്വാസികളെ വലച്ചു കളയുവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഇടങ്കൈ വലങ്കൈ ഏതെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ യേശുക്രിസ്തുവിൽ മൂലമുള്ള രക്ഷ പ്രാപിച്ച് സഭകളിൽ കയറി വരുമ്പോൾ അവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള ബാലപാഠങ്ങൾ വരെ ദൈവവചനത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കുവാൻ കഴിയാതെ അവരെ വേറൊരു സുവിശേഷത്തിലേക്ക് നയിക്കുന്നവരാരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നമ്മളൊക്കെ അതിന് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങളുടെ മുൻപിൽ വരച്ച് കാണിച്ചിരിക്കുന്നു എന്ന് പൗലോസ് ആവർത്തിച്ച് പറയുന്നത്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ അവർ ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞു എന്നാണ് പറയുന്നത്. ബലഹീനവും ദരിദ്രമായ ആദിപാഠം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കേണ്ടവർ വീണ്ടും ന്യായപ്രമാണത്തിലേക്ക് ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞു എന്നാണ് കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. എന്നാൽ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ൽ അടിമത്വത്തിൽ പിന്നെയും അവർ കുടുങ്ങി. ഇവിടെയാണ് സുവിശേഷത്തിന്റെ പ്രസക്തിയും സുവിശേഷം പ്രചരിപ്പിക്കുന്നവരുടെ സാങ്കത്യവും മനസ്സിലാക്കേണ്ടത്. കാര്യം, സുവിശേഷം നല്ല വാർത്തയാണ്. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി തീരേണ്ടതിനും പോരാ, ക്രിസ്തു എന്ന തലയോളം വളരുവാനുള്ള അവസരവും ഒരുക്കി കൊടുത്തിരിക്കുമ്പോൾ വീണ്ടും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പൊതുവിശ്വാസികളുടെ തലയിൽ അടിമനുഖങ്ങൾ വച്ച് കെട്ടാറുണ്ട്. അത് പാടില്ല എന്നാണ് പൗലോസ് ശ്ലീഹ വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയാറുള്ളത്. കാരണം സത്യ ഉപദേശത്തിന് ചേർന്നത് പ്രസ്താവിക്കുകയും സത്യ ഉപദേശത്തിൽ നിലനിൽക്കേണ്ടതും ഒരു വേർപെട്ടവന്റെ ആവശ്യമാണ്. എന്നാൽ വേർപാട് ഇടിച്ചു കളഞ്ഞേച്ച് നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് നമ്മളെ വണ്ടി വലിച്ചോണ്ട് പോയാൽ ഇവിടെ ആരും ചോദിക്കത്തില്ല എന്നൊരു ചിന്ത നമ്മുടെ ഈ സഭാഗാത്രത്തിൽ കയറി പറ്റിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ല. ഇവിടെ ഗലാത്യ ലേഖനം 5:13 സ്വാതന്ത്ര്യത്തിനായി അവരെ ക്രിസ്തുവിൽ സ്വതന്ത്രമാക്കി എന്നും ആ സ്വാതന്ത്ര്യം അവർ ജഡത്തിന് മറയാക്കി ഫലം ക്രിസ്തുവിൽ ആരംഭിച്ച് ജഡം കൊണ്ട് അവസാനിപ്പിക്കുന്ന മട്ടായി. അതാണ് പൗലോസ് വിളിച്ചു പറയുന്നത്, നിങ്ങൾ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞു പോയി എന്ന്. കാര്യം, സ്വാതന്ത്ര്യത്തിനായി അവരെ ക്രിസ്തുവിൽ സ്വതന്ത്രമാക്കി, എന്നാൽ ഈ സ്വാതന്ത്ര്യം അവർ ജഡത്തിന് മറയാക്കി ഫലം ക്രിസ്തുവിൽ ആരംഭിച്ച് ജഡം കൊണ്ട് അവസാനിപ്പിക്കുന്ന മട്ടായി. പോരാ, അവർ അന്യോന്യം പോരിന് വിളിച്ചും എന്നു മാത്രമല്ല അന്യോന്യം കടിച്ചു കീറുന്നവരായി, അന്യോന്യം ചെളിവാരി എറിയുന്നവരായി തീർന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതാണല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കാര്യം സ്വാതന്ത്ര്യം, ദൈവം ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകി തന്നിട്ടും പലപ്പോഴും ആ സ്വാതന്ത്ര്യം എന്തെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയാതെ
നമ്മൾ വരച്ചു വയ്ക്കുന്ന ചില ചുവരുകളുണ്ട്. അതിനകത്ത് ക്രിസ്തുവിനെ ആക്കി വച്ചേച്ച് നമ്മളിൽ വെളിപ്പെടുന്ന ചില ഉപദേശങ്ങൾ, അത് ഏത് ഉപദേശമെന്ന് ബൈബിൾ പറയുന്നുണ്ട്, മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അത് പുതിയ വിശ്വാസികൾക്ക് അവർ പെട്ടെന്ന് ഉൾക്കൊള്ളും. അവർ നമ്മളൊക്കെ സത്യത്തെ തമസ്കരിച്ചിട്ട് ചില സനാതനമായ തത്വങ്ങൾ അവരുടെ ഉള്ളിലാക്കി വെക്കുമ്പോൾ അവരല്ലാതായി മാറുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെയാണ് ഒരു ക്രിസ്ത്യാനിക്ക്, യേശു ക്രിസ്തു ജീവൻ കൊടുത്ത് വീണ്ടെടുത്ത തന്റെ സഭാഗാത്രത്തിലെ ഒരു വ്യക്തിക്ക് സുവിശേഷീകരണത്തെ കുറിച്ചുള്ള ലക്ഷ്യം ബോധ്യം ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഗലാത്യലേഖനം 5:13 അവർ അന്യോന്യം പോരിന് വിളിച്ചും മാത്രമല്ല അന്യോന്യം കടിച്ചു കീറുന്നവരായി മാറി എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. എന്നാൽ 1 കൊരിന്ത്യർ 4:15 ക്രിസ്തു അവരിൽ ഉരുവാകുന്നതിന് പിന്നെയും അല്ലെങ്കിൽ വീണ്ടും എന്നർത്ഥം വേദനപ്പെടുന്നു എന്ന് പൗലോസ് അവരെ ഓർപ്പിക്കുന്ന സത്യമാണിത്. മറ്റാരുമല്ല, താൻ തന്നെയാണ് ഗലാത്യരെ ക്രിസ്തു യേശുവിൽ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. അപ്പൊ ഗലാത്യരെ സുവിശേഷത്തിൽ ജനിപ്പിച്ചത് പൗലൂസ് ആണെന്ന് പിന്നെയും ഓർപ്പിക്കുന്നു. എന്നിരിക്കെ അവരെ വേറൊരു ഉപദേശത്തിലേക്ക്, വേറൊരു സുവിശേഷത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ പൗലൂസ് അതിനെ ചെറുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 2 കൊരിന്ത്യർ 5:17 വാക്യത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വാക്യമാണ് ആ വാക്യം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി എന്ന് സാരം. ക്രിസ്തു ഒരുവനിൽ ഉരുവായി കഴിഞ്ഞാൽ അവന്റെ അവസ്ഥയാണ് പുതുതായി തീരുക. എന്നാൽ നമ്മൾ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ആ പഴയ മനുഷ്യനെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ഉരിഞ്ഞു കളയാതെ പിന്നെയും നമ്മൾ കൊണ്ടു നടന്ന് താലോലിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തിന് കോട്ടമായി മാറുന്നത്. അവിടെയാണ് നമ്മൾ പറയുന്നത് നമ്മുടെ അനുഗ്രഹങ്ങളൊക്കെ ആരോ കവർന്നു കൊണ്ടുപോകുന്നു. ഇതിനകത്തേക്ക് നമ്മൾ പിശാചിനെ പിടിച്ചുകൊണ്ട് കയറ്റും, പിശാചിന് വാഴുവാനുള്ള അവസരം ഒരുക്കി കൊടുക്കും. ഒന്നുകൂടെ പറയാം, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. അപ്പോൾ ഈ കഴിഞ്ഞുപോയ പഴയതിനെ ക്രിസ്തുവിലായിട്ടും നമ്മൾ വിളിച്ചു കയറ്റുമ്പോഴാണ് ക്രിസ്തുവിനെതിരെ പോരാടിയ, ക്രിസ്തുവിനെതിരെ വാളോങ്ങിയ ആ പഴയ പിശാച് ഇവനിലേക്ക് കയറുമ്പോൾ ഇവൻ ഇതിലെ പോരാട്ടമായി മാറുകയും ആ പോരാട്ടം നമ്മൾ പറയും പോലെ ബന്ധനമായി മാറുന്നു. ആ ബന്ധനത്തെ അഴിക്കുന്നതിന് വേണ്ടി പിന്നെ നമ്മൾ കാട്ടിക്കൂട്ടുന്ന ചില പരിപാടികളാണ് ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ കാണുന്നത്. പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരെന്ന് അഭിമാനിക്കുന്നവരിടയിൽ കണ്ടുപോകുന്നത്. കാരണം ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു എന്നുള്ള ആപ്തവാക്യത്തെ പാടെ തകിടം മറിച്ചുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ പലപ്പോഴും നമ്മളിൽ നാം അറിയാതെ അന്യാരാധന ശക്തികളും മാത്രമല്ല പിശാചിന്റെ സേവയും കയറി വന്നിട്ട് നമ്മെ കൊണ്ട് കയ്യടിപ്പിക്കുകയും പോരാത്തതിന് സ്കേവയുടെ മക്കൾ കാണിച്ചതുപോലുള്ള ചില പരിപാടികളൊക്കെ നമ്മളും കാണിക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്നു. ഇവിടെയാണ് ക്രിസ്തുവിലാവണം, ക്രിസ്തു ഉള്ളിലാകണം. ക്രിസ്തുവിലുള്ളവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയ സൃഷ്ടി പിന്നെ അവന്മേലില്ല എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. നോക്കാം, ഗലാത്യലേഖനം 6:15 ഒരു പുതിയ സൃഷ്ടി എത്രയാകുന്നതാണ് ഒരു കാര്യം. അങ്ങനെ ഗലാത്യ സഭയിലെ വിശ്വാസികളെ, ആ പുതിയ വിശ്വാസികളെ, ജാതികളായ വിശ്വാസികളെ, ആ വ്യക്തികളെ, മനുഷ്യരെ പുതിയ സൃഷ്ടിയാക്കി മാറ്റിയപ്പോൾ അവരെ ദുരുപദേശത്തിന്റെ കാറ്റിനകത്ത് പിടിച്ചടക്കുവാൻ ചില ആളുകൾ ശ്രമിച്ചു എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. എന്നാൽ ഗലാത്യലേഖനം 5:25 വാക്യത്തിൽ ആത്മാവിൽ ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ആത്മാവിന് ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. നമുക്ക് എല്ലാവർക്കും ആത്മാവുണ്ട്, ആത്മാവില്ലാത്തവരാരുമില്ല എന്ന് നമ്മൾ പറയാറുള്ളത്. അത് നമ്മുടെ പാട്ടിലും പ്രാർത്ഥനയിലും നമ്മുടെ വചനധ്യാനത്തിലും നമ്മുടെ സാക്ഷ്യത്തിലും ഒക്കെ നമുക്ക് ആത്മാവുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ
ആത്മാവിൽ ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിന്റെ ഫലം നമ്മളിൽ ഉണ്ടാവണം. നമ്മൾ ഫലങ്ങൾ എന്ന് പറയും. ആത്മാവിന്റെ ഫലം 9 എണ്ണം ഉണ്ട്. അത് പുറപ്പെടുവിക്കുകയും വേണം. ആത്മാവിന്റെ പുതുക്കത്തിൽ നടക്കുകയും വേണം. ക്രിസ്തുവിലായെന്ന് അവകാശപ്പെടുന്നവർക്ക് 9 ഫലം ഉണ്ടാകണം. ആ ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും വേണം. പുറപ്പെടുവിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളാണ് അതിന് ഉത്തരം പറയേണ്ടത്. ക്രിസ്തു നിങ്ങളിൽ ഉരുവായില്ല എന്നാണ് പൗലോസ് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, ആത്മാവിൽ ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കണം, ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കണം, ആത്മാവിന്റെ പുതുക്കത്തിൽ നടക്കണം. അങ്ങനെ നടന്നില്ലെങ്കിൽ ക്രിസ്തു നിങ്ങളിൽ ഉരുവായില്ല എന്ന സത്യം പരിഗണിക്കുമ്പോൾ യോഹന്നാന്റെ 1-ാം ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഞാൻ വായിക്കാം. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു, അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്നെ ആത്മാവിൽ അറിയുന്നു. നോക്കിക്കേ, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു, പുതിയ സൃഷ്ടിയിലും വസിക്കുന്നു. അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്നെ ആത്മാവിനാൽ അറിയുന്നു. ഒന്ന് പറയുന്നത്, നാം ദൈവമക്കളാണെന്ന് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നാം ദൈവമക്കളാണെന്ന് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടാൽ ക്രിസ്തു ഇരിക്കുന്ന ഉയരത്തിൽ തന്നെ ചെല്ലും. പലരോടും ചോദിക്കാറുണ്ട്, ഇപ്പോൾ മരിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്ന് ചോദിച്ചാൽ അങ്ങ് ചെല്ലുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റൂ എന്നാണ് പലരും പറയാറുള്ളത്. അങ്ങനെ പറയുന്നതിന്റെ കാരണം, നാം ദൈവമക്കളാണെന്ന് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയാത്തത് കൊണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ 24-ാം വാക്യത്തിൽ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു, അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്നെ ആത്മാവിനാൽ അറിയുന്നു. ഇതാണ് പൗലോസ് ശ്ലീഹയും വിളിച്ച് പറയുന്നത്. ക്രിസ്തു അവൻ നമുക്ക് തന്നെ ആത്മാവിൽ നമ്മിൽ വസിക്കുന്നു, ക്രിസ്തു നമ്മിൽ വിശ്വാസിയിൽ ഉരുവായി എന്നർത്ഥം. ഇതേ വസ്തുത തന്നെയാണ് ക്രിസ്തു വിശ്വാസിയിലും ഉരുവാകുക എന്ന പദപ്രയോഗം കൊണ്ട് മനസ്സിലാക്കുന്നത്. നോക്കിക്കേ, അപ്പോൾ ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പ്രസവവേദന അനുഭവിക്കുന്നു എന്ന പദം വിവക്ഷിക്കുന്നതും ഈ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തെ അനർത്ഥമാക്കുന്ന രീതി ആണ്. ആ വാക്യം ഒന്നുകൂടെ ഞാൻ പറയാം. നല്ല വാക്യമാണ്. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു, അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്നെ ആത്മാവിൽ നാം അറിയുന്നു. ഇങ്ങനെയുള്ള അറിവാണ് ക്രിസ്തു നമ്മളിൽ ഉരുവായി എന്ന് പൗലോസ് പറയുന്നത്. വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ പൗലോസ് പറയുമ്പോൾ ഇനി നമുക്ക് പൗലോസിനോടൊപ്പം ചേർന്ന് പറയാം. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ, ഇനി ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്, പഴയ മനുഷ്യനെ രാഗമോഹങ്ങളോടുകൂടെ ഞാൻ ഉരിഞ്ഞു കളഞ്ഞു, കർത്താവ് എന്നിൽ വസിക്കുന്നു എന്ന് അവന്റെ ആത്മാവ് എന്നോട് പറയുന്നു. ഇനി ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ക്രിസ്തു വിശ്വാസിയിൽ വ്യക്തിഭാവം അണിയണം. ഇനി ഞാനല്ല ക്രിസ്തു അത്രേ. എത്ര പേർക്ക് ഇന്ന് രാത്രി ഞാൻ പറയുന്ന ഈ സന്ദേശത്തെ ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരം പറയാൻ കഴിയില്ല. ഇതാണ് ദൈവവചനം പഠിപ്പിക്കുന്നതും. ഗലാത്യ ലേഖനം നമ്മൾ 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ, 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നമ്മൾ പറയുന്നതും ഇതാണ്. ഇനി നമ്മൾ അല്ല, ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. കാരണം കണ്ടിറങ്ങിയ പൗലൂസിന് അത് മാത്രമേ പറയാൻ കഴിയൂ. വേറെ ഒന്നും പറയാൻ പറ്റില്ല. പൗലൂസ് കണ്ടിറങ്ങിയത് ക്രിസ്തുവിന്റെ പ്രകാശമാണ്. ക്രിസ്തു അവനോട് സംസാരിച്ചതാണ്. നീ ഉപദ്രവിക്കുന്ന ക്രിസ്തു എന്ന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതാണ്. കാരണം പൗലൂസിന് അന്ന് ചോദിക്കാമായിരുന്നു, എനിക്ക് ഈ ലോകത്തിന്റെ പകുതി എനിക്ക് നൽകിത്തരണമെന്ന് ചോദിക്കാമായിരുന്നു. വേറെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാമായിരുന്നു. പൗലൂസിന് ഇതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. ധനാഢ്യന്മാരിൽ ധനാഢ്യനായ ഗമാലിയലിന്റെ പാഠശാലയിൽ ഇരുന്ന് പഠിച്ച, നയപ്രമാണം മുഴുവനും തിറമുള്ള ബെന്യാമിൻ ഗോത്രക്കാരനായ പൗലൂസിന് വേറെ ഒന്നും വേണ്ട.
പക്ഷെ ഇവിടെ അവൻ ക്രിസ്തു ആരെന്നറിഞ്ഞപ്പോൾ, ക്രിസ്തുവിനെ ഉൾക്കൊണ്ടപ്പോൾ, ക്രിസ്തു അവനിൽ വന്നപ്പോൾ, അവൻ ക്രിസ്തുവിലായപ്പോൾ അവന്റെ വായ് തുറക്കാൻ തുടങ്ങി. ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇതായിരിക്കണം ഈ 2024 ജൂലൈ മാസം 11-ാം തീയതി നമ്മുടെ ആപ്തവാക്യവും. ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ചോദിക്കുന്നതിലും യാചിക്കുന്നതിലും നിനയ്ക്കുന്ന അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തി നമ്മിൽ ഉണ്ടെന്ന കാര്യം മറന്നു പോകരുത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ. ഗലാത്യലേഖനം 4-ാം അധ്യായത്തിന്റെ 19 വാക്യമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന. ക്രിസ്തു എന്നിൽ ഉരുവാകുവോളം, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദന അനുഭവപ്പെടുന്നു എന്നാണ്. കൃപയുടെ സുവിശേഷത്തിന്റെ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്കായി ഓടുന്ന ദൈവത്തിന്റെ ദാസൻ ഒരു ഗർഭിണിയുടെ വേദനയ്ക്ക് കൃത്യമായി വേദനപ്പെട്ടുകൊണ്ട് ഗലാത്യ വിശ്വാസികളെ ഉപദേശിക്കുന്നതിന്റെ ബഹുമുഖമായ സംഗതികൾ എത്ര ആഴമേറിയതാണെന്ന് ആ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നോക്കിക്കേ, കൃപയുടെ സുവിശേഷം കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷയാണെന്നും ഒരു ഉദ്യോഗപ്രകാരം ഞാനത് പോരാടിക്കൊണ്ട് അധ്വാനിക്കുമെന്നും പലപ്പോഴും ദൃഢപ്രതിജ്ഞ ചെയ്യുന്ന പൗലൂസ് കൃത്യമായി വേദനപ്പെട്ടുകൊണ്ട് ഗലാത്യ വിശ്വാസികളെ ഉപദേശിക്കുന്നതിന്റെ ബഹുമുഖമായ സംഗതികൾ എത്ര ആഴമേറിയതാണ്, എത്ര ഘനമേറിയതാണ്. ഇവിടെയാണ് ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുള്ളത്. നാം ആത്മീയരെന്ന് രാപ്പകൽ ആർഭാടമായി പറഞ്ഞു ഘോഷിക്കുന്ന നമുക്ക് ആത്മാക്കളെ കുറിച്ച് എന്ത് ഭാരമാണുള്ളത്? നോക്കിക്കേ, എന്ത് ഭാരമാണ് ആത്മാക്കളെ കുറിച്ചുള്ളത്. ആത്മാവെന്ന് പറയുമ്പോൾ നമ്മൾ പലരും ആത്മാക്കൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യരെയാണ്. നിങ്ങളുടെ സഭയിൽ എത്ര ആത്മാക്കൾ ഉണ്ടെന്നാണ് നമ്മൾ ചോദിക്കാറുള്ളത്. എന്നാൽ എത്ര മനുഷ്യരുണ്ടെന്നല്ല ചോദിക്കുന്നത്. മനുഷ്യരെ, ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണം. അതിനുവേണ്ടി ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നു എന്നാണ് പൗലൂസ് ഗലാത്യലേഖനത്തിൽ പറയുന്നത്. നോക്കാം നമുക്ക്. ഒരു വ്യക്തിയെ ക്രിസ്തുവിൽ തികഞ്ഞനാക്കുവാൻ ഏതറ്റം വരെ പോകുവാൻ നമുക്ക് കഴിയുമോ അതറ്റം വരെ വേണം. അതാണ് കർത്താവ് കാണിച്ചു തന്ന മാതൃകയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 4 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നട്ടുച്ച നേരത്ത് ഒരു കിണറ്റിന്റെ കരയിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ മിശിഹ ചൊല്ലുന്നു. ആൾക്കൂട്ടമില്ല, വലിയ സ്റ്റേജില്ല, കൂടെ നിന്ന് വെഞ്ചാമരം വീശാനും ഗൈഡൻസ് കൊടുക്കാനും ഒരു മനുഷ്യനുമില്ല. ആ നട്ടുച്ച നേരത്ത് സുക്കാർ എന്ന പട്ടണത്തിൽ ആ കിണറ്റിന്റെ കരയിൽ കർത്താവ് ചെന്നേച്ച് അവിടെ വെള്ളം കോരാൻ വന്ന ശമര്യ സ്ത്രീയോട് ചോദിക്കുന്നത്, ഒരല്പം വെള്ളം എനിക്ക് തരാമോ? അവർ തമ്മിൽ അവിടെ നടക്കുന്ന സംഭാഷണങ്ങളൊക്കെ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവൾക്കൊരു സംശയം, യഹൂദനായിരിക്കുന്ന കർത്താവ് ശമര്യ സ്ത്രീയോട് എങ്ങനെ ചോദിക്കും എന്ന് അവൾ ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. എത്ര സുന്ദരമായ, എത്ര ഭംഗിയുള്ള, എത്ര ആത്മീക ചൈതന്യമുള്ള, എത്ര സുവിശേഷ ലക്ഷ്യമുള്ള, സുവിശേഷത്തിന് വേണ്ടിയുള്ള ഒരു ചൂണ്ടുപലകയായി ഈ വാക്യത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു പറയുകയാണ്, നീ ദൈവത്തിന്റെ ദാനമാണ്. ശമര്യ സ്ത്രീയെ, നീ ദൈവത്തിന്റെ ദാനമാണ്.
നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നറിഞ്ഞെങ്കിൽ നീ അവനോട് ചോദിക്കും ആയിരുന്നു. ഇവിടെയാണ് പലപ്പോഴും നമുക്ക് ക്രിസ്തു ആരെന്ന് അറിയില്ല, ക്രിസ്തു നമ്മളിൽ ഉണ്ടോ എന്ന കാര്യം പലപ്പോഴും നമുക്ക് അറിയുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കൽ ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയാറുള്ളതാണ്, നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന നമ്മുടെ EMS നമ്പൂതിരിപ്പാട് അവർ ഫ്ലൈറ്റ് യാത്രക്കിടയിൽ തൻ്റെ അടുത്തിരുന്ന് യാത്ര ചെയ്യുന്ന ഒരു സ്നേഹിതൻ തന്നോട് പറഞ്ഞതാണ്, സുവിശേഷം പറഞ്ഞു, യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം അതൊക്കെ തലയാട്ടി കേട്ടിട്ട് ഒരു ചോദ്യം ചോദിച്ചു, ഈ പറയുന്ന കാര്യം നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറയുന്ന കാര്യം ഞാൻ വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഒരു പേപ്പട്ടിയെ പോലെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഓടി നടന്ന് ഇത് ഞാൻ വിളിച്ചു പറയുമായിരുന്നു. പട്ടിയെ പോലെയല്ല, പേപ്പട്ടിയെ പോലെ ഓടി നടന്ന് ഈ സുവിശേഷം പറയുമായിരുന്നു. നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് വാസ്തവമായിട്ട് യേശുക്രിസ്തുവിലും യേശുക്രിസ്തു നമ്മെ ഭരമേൽപ്പിച്ച സത്യ സുവിശേഷത്തിന്റെ പ്രചാരകരായിട്ട് മാറുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ യാചനകൾ ഒക്കെ സുവിശേഷീകരണത്തെ കുറിച്ച് എന്തെങ്കിലും നമ്മൾ പറയാറുണ്ടോ? ആരെങ്കിലും ഉപദ്രവമേറ്റാൽ, ആരെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ, ആരെങ്കിലും ദാരിദ്ര്യം അനുഭവിച്ചാൽ, ആരെങ്കിലും രോഗികളായി തീർന്നാൽ എത്ര വ്യഗ്രതയോടുകൂടിയാണ് നമ്മൾ അവർക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നത്. എന്നാൽ എത്രയോ ആളുകൾ ദൈനംദിനം ഈയാമ്പാറ്റകളെ പോലെ മാരക രോഗത്തിനും മയക്കുമരുന്നുകൾക്കും അതിലുപരി മദ്യത്തിനും അടിമപ്പെട്ട് നമ്മുടെ വീതികളിൽ പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ അവരോട് യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടെ ഇന്ന് നിങ്ങളോട് പറയുവാനുള്ളത്, വിളിയും തെരഞ്ഞെടുപ്പും ഒരിക്കൽ കൂടെ ഉറപ്പാക്കണമേ. യേശുവാണ് അതിന് മാതൃക കാണിച്ചത്. നീ ദൈവത്തിന്റെ ദാനമാണ്, നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. നമുക്ക് കിട്ടിയത് ഒരിക്കലും ദാഹിക്കാത്ത ജീവനുള്ള വെള്ളമാണ്. ഇവിടെ നശിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ ഈ ഭൗതിക ശരീരം ഇവിടെ നമ്മൾ എറിഞ്ഞേച്ച് ഒരിക്കലും നശിക്കാത്ത ഒരു ശരീരം പ്രാപിക്കുവാൻ പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ് നാം എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മൾ കർത്താവ് ഏൽപ്പിച്ച അതേ ശുശ്രൂഷയ്ക്കായി നമ്മൾ ഇറങ്ങിത്തിരിക്കുകയും അത് നമ്മൾ പലർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. 2024 അവസാനിക്കാറായി. നമ്മൾ എത്ര കാതം പുറകിലാണ് എന്ന് മനസ്സിലാക്കണം. 7 കഴിഞ്ഞു, 10 കഴിഞ്ഞു, 12 12ന്റെ 31 രാത്രിയിൽ നമ്മൾ വിളമ്പി വിടുന്ന സന്ദേശം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനി തന്നാൽ ഞാൻ എല്ലാം അങ്ങ് മൊത്തം സുവിശേഷീകരിക്കുമെന്ന് ഈ തട്ടിപ്പൊക്കെ മതിയാക്കിയിട്ട് ക്രിസ്തു ആകുവോളം, ഒരു വ്യക്തിയിൽ ക്രിസ്തു ജനിക്കുവോളം സങ്കടപ്പെട്ടുകൊണ്ട് അവന് വേണ്ടി പോരാടുവാനും മധ്യസ്ഥ അണയ്ക്കുവാനും നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ധന്യരായി തീരും. അതാണ് കർത്താവ് ആ ശമരിയുടെ കിണറ്റിന്റെ കരയിൽ ചെന്ന് ആ ശമരിയ സ്ത്രീയോട് പറഞ്ഞ് അവളെ ക്രിസ്തുവിലേക്ക്, അവളെ സത്യത്തിലേക്ക് നടത്തിയത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ സന്ദേശം ഞാൻ പര്യവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലാണ് യേശുവിനെ കാണുവാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ പേര് സക്കായി. അദ്ദേഹം വളർച്ചയിൽ കുറിയവനായതുകൊണ്ട് യേശുവിനെ കാണുന്നതിന് വേണ്ടി കാട്ടത്തിയുടെ മുകളിൽ കയറി നിന്നു. അവൻ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, അവൻ യേശുവിനെ കാണണം. പക്ഷെ അവനെ ആരും കാണരുത്. നോക്കാം, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും ഒക്കെ അറിയുന്ന ഒരു ദൈവത്തിന്റെ അടുത്ത സക്കായിയുടെ ഈ കളി. കർത്താവ് അവന്റെ അടുത്ത് ചെന്നേച്ച് പറഞ്ഞു, ഇറങ്ങി വരാൻ പറഞ്ഞു. നീ ഇറങ്ങി വാ, എനിക്ക് നിന്റെ വീട്ടിൽ പാർക്കണം. നോക്കിക്കേ, ആരാണ് കാണുവാൻ ആഗ്രഹിച്ചത്? ആരെയാണ് കാണുവാൻ ആഗ്രഹിച്ചത്? നമ്മൾ നേരത്തെ വായിച്ചതുപോലെ, യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം വായിച്ചതുപോലെ, അവൻ നമ്മിൽ വസിക്കുന്നു എങ്കിൽ അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. ഇവിടെയാണ് നമ്മൾ പ്രാപിച്ച് അഭിഷേകത്തിന്റെ ശക്തിയും കാന്തിയും മറ്റുള്ളവരിലേക്ക് പകർത്തേണ്ടത്. അത്തിയുടെ ചുവട്ടിൽ ചെന്ന് അവനെ ഇറക്കി ഇട്ട് പറഞ്ഞു,
എനിക്ക് നിന്റെ വീട്ടിൽ പാർക്കണമെന്ന്. നമുക്ക് ശേഷിക്കുന്ന കാലം, നമുക്ക് ലഭിച്ചിരിക്കുന്ന കാലം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ സാമ്പത്തികം, നമ്മുടെ വിദ്യാഭ്യാസം, കുലമഹിമകൾ ഒക്കെ തന്നെ, ആരോഗ്യമൊക്കെ തന്നെ യേശുവിന് വേണ്ടി നൽകിക്കൊണ്ട് ഒരാളെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുവാൻ, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം, ഒരാളിൽ ക്രിസ്തു ഉരുവാകുവോളം വീണ്ടും ജനിച്ചുകൊണ്ട് പുതിയ സൃഷ്ടിയാക്കി ഒരുവനെ മാറ്റുവാൻ നമുക്കിനിയുള്ള സമയങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം. അതിനായി നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. വീണ്ടും കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാറാനാഥ.